നമസ്കാരം. ദൈവാലയങ്ങൾ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇടങ്ങളാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും വാരി വിതറുന്ന ഇടങ്ങളാണ്. പരസ്പരം സ്നേഹത്തോടെ സഹകരണത്തോടെ മാനവികതയെ ചേർത്ത് പിടിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഇടങ്ങളാണ്. എല്ലാ മതവിശ്വാസികളും തൻ്റെ ദൈവം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും മറ്റു മതങ്ങളെയും ദൈവങ്ങളെയും അപഹസിക്കുകയും ചെയ്താൽ ലോകത്തിൽ സമാധാനമുണ്ടാവുകയില്ല. അതുകൊണ്ട് നിയമം അതിനെ കൈകാര്യം ചെയ്യാൻ കർശനമായി നടപ്പിലാക്കാൻ എല്ലാ രാജ്യത്തെയും ഭരണാധികാരികൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭിന്ന മതക്കാർ തമ്മിലുള്ള ലഹളയും കലാപങ്ങളും ലോകത്ത് സംഭവിക്കാവുന്നതിനേക്കാൾ കുറവാണ് സംഭവിക്കുന്നത് എന്ന ആശ്വാസമുണ്ട്. പക്ഷെ എന്നിട്ട് എന്താ കാര്യം? അതേ മതത്തിൽപ്പെട്ടവർ തന്നെ നിസ്സാരമായ അധികാരാർത്തിമൂത്ത് തമ്മിൽ തല്ലുന്നത് പതിവായി മാറുന്നു. യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും ഒരേ വിശ്വാസം പിന്തുടരുന്നവരായിട്ടും ഒരേ ആചാരം തുടരുന്നവരായിട്ടും ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിട്ടും പരസ്പരം യുദ്ധം നടത്തുന്നത് നമ്മൾ കാണുന്നതാണ്. എന്തിനേറെ കേരളത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക സഭയായ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ തമ്മിൽ എറണാകുളത്തെ പള്ളികളിൽ അടികൂടുന്നതും പള്ളിയിൽ കുർബാന അവതരിപ്പിക്കുമ്പോൾ അച്ഛനെ പിടിച്ച് കഴുത്തിന് പിടിച്ച് തത്തിക്കുന്നതുമൊക്കെ വേദനയോടുകൂടി നമ്മൾ കാണുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തമ്മിൽ തല്ലുന്നതിൻ്റെ വാർത്തകളും ഇടയ്ക്കൊക്കെ പുറത്തേക്ക് വരാറുണ്ട്. അതിൻ്റെ തനി ആവർത്തനം തന്നെയാണ് കോഴിക്കോട് വടകര മാടാക്കര പള്ളിയിൽ സംഭവിച്ചത്. ഒരു മുസ്ലിം വിശ്വാസിയും ആഗ്രഹിക്കാത്തത് അവിടെ സംഭവിച്ചു. ഇസ്ലാമിക വിശ്വാസ സമൂഹത്തിൽ പലതരത്തിലുള്ള ഭിന്നതകളുണ്ട്. AP സുന്നികളും EK സുന്നികളും തമ്മിലുള്ള ഭിന്നത അതിലൊന്നാണ്. മുജാഹിദുകളും സുന്നികളും തമ്മിൽ ഭിന്നതയുണ്ട്. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ പരസ്പരം പോരടിക്കാറുമുണ്ട്. എന്നാൽ മാടാക്കര പള്ളിയിൽ സംഭവിച്ചത് ഇത്തരം ഭിന്നതകൾ ഒന്നുമായിരുന്നില്ല. രണ്ട് കാരണങ്ങളാണ് പുറത്തു കേൾക്കുന്നത്. ഒന്ന്, മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത പള്ളിയിലെ ഖത്തീബിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നാണ്. പള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഖത്തീബിനോട് പലർക്കും അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. അബ്ദുൾ റഹ്മാൻ ഫൈസി പൊന്മള എന്ന ഖത്തീബിനെ മാറ്റണമെന്ന് പലരും ആവശ്യപ്പെടുന്നു. ഇതൊരു തർക്കമായി മാറുകയും പിന്നീട് പാണക്കാട് കുടുംബം തന്നെ ഇടപെടുകയും റംദാനിലെ ജുമയ്ക്ക് മാത്രമായി ഈ ഖത്തീബിനെ നിജപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഖത്തീബിനോട് മറ്റു പ്രാർത്ഥനകൾക്ക് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അബ്ദുൾ റഹ്മാൻ ഫൈസി പൊന്മള എന്ന ഖത്തീബ് ചുമതല ഒഴിയാൻ തയ്യാറായില്ല. നബിദിനത്തിന്റെ തലേദിവസം പള്ളിയിൽ മൗലീദ് പാരായണം നടത്തിയത് ഈ വിവാദ ഖത്തീബായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടേക്ക് കൂടുകയും സംഘർഷം രൂപപ്പെടുകയും ചെയ്തു. ഈ സംഘർഷം കഴിഞ്ഞ് കുറേ കാലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് ഇടപെടുന്ന സാഹചര്യമുണ്ടായി. അന്ന് രാവിലെയും പോലീസ് രണ്ടു കൂട്ടരും വിളിച്ച് ചർച്ച ചെയ്തിരുന്നു. ആവശ്യമെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഗവനിക്കാതെ സംഘർഷം രൂക്ഷമായി. ഒരു പള്ളി കമ്മിറ്റിക്കാർ പോലീസിനെ വിളിച്ചു. പോലീസുകാർ ഓടി വന്ന് കയറിയതല്ല, പള്ളി കമ്മിറ്റിക്കാർ വിളിച്ചു വരുത്തിയതാണ്. സംഘർഷം രൂപപ്പെടുന്ന സാഹചര്യം വലിയ കുഴപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി. എന്തായാലും ഒരു പള്ളിക്കകത്തുണ്ടാകാമായിരുന്ന രക്തച്ചൊരിച്ചിൽ പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം ഒഴിഞ്ഞുപോയി. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. VD സതീശൻ തരംഗം 3 മാസം പിന്നിട്ടും പിന്മാറാതെ തുടരുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സതീശനെ തരംഗത്തിന് കാരണമാക്കിയിരിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തെ പിന്തിരിപ്പിക്കാൻ കുറുക്കുവഴികൾ തേടിക്കൊണ്ടിരുന്ന സഖാക്കൾ ഉടനടി രംഗത്തിറങ്ങി. VD സതീശൻ സംഘിയാണ്, ഇപ്പോഴത്തേത് BJPയുടെ B ടീമാണ് എന്നൊക്കെ പ്രചരിപ്പിച്ച് മുസ്ലിം വിഭാഗത്തെ പതിയെ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കൾക്ക് മനസ്സിലായി ഇത് കുത്തിത്തിരിപ്പിന് പറ്റിയ അവസരമാണെന്ന്. അതുകൊണ്ട് ആ പാർട്ടിയിൽ അവശേഷിക്കുന്ന ന്യൂനപക്ഷ നേതാക്കളായ മുഹമ്മദ് റിയാസിനെയും ഡോക്ടർ KT ജലീലിനെയുമാണ് കുത്തിത്തിരിപ്പിന് വേണ്ടി പാർട്ടി നിയോഗിച്ചത്. രണ്ടുപേരും ചാടിയിറങ്ങി വികാരഭരിതരായി മുസ്ലിം സമുദായത്തിൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് വിലാപകാവ്യങ്ങൾ കുറിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് ഒരു വീഡിയോ ദൃശ്യം ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതി: 10 വർഷമായി കേരളം കാണാത്ത കാഴ്ച. നബിദിനത്തിന് വടകര കണ്ണൂക്കര പള്ളിക്കുള്ളിൽ ബൂട്ടിട്ട് കയറി പോലീസ് ലാത്തിച്ചാർജ് നടത്തിയ സംഭവം മതനിരപേക്ഷ കേരളത്തിന് അപമാനമാണ്. പള്ളിക്കുള്ളിലെ തർക്കങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെയും നിയമപരമായ മാർഗങ്ങളിലൂടെയും പരിഹരിക്കേണ്ടതാണ്. പള്ളിക്കുള്ളിൽ കയറി ലാത്തി വീശുന്നത് ഒരു പരിഷ്കൃത മതനിരപേക്ഷ സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല. പള്ളിക്കകത്ത് പോലീസ് ബൂട്ടിട്ട് കയറി എന്നതാണ് ഈ കുത്തിത്തിരിപ്പിൻ്റെ ആയുധമായി മുഹമ്മദ് റിയാസ് പുറത്തെടുത്തത്. ഇത് തന്നെയാണ് കൂടുതൽ ആവേശത്തോടുകൂടി മുൻ മന്ത്രി കൂടിയായ ഡോക്ടർ KT ജലീലും ഏറ്റെടുത്ത് ചെയ്തത്. ഷൂ ധരിച്ച് പോലീസ് പള്ളിയിൽ ലീഗിൻ്റെ നബിദിന സമ്മാനം. നോക്കുക, ഈ ബൂട്ടിലും ഷൂവിനും പള്ളിക്കകത്ത് ഷൂ ഇട്ട് ധരിച്ചു എന്നതാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇന്ന് റബീഉൽ അവ്വൽ 12 പ്രവാചക ജന്മദിനം. മുസ്ലിം സമുദായ സംരക്ഷകരെ മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്ന് 100 ദിവസം തികയുന്നു. 10 കൊല്ലം പിണറായിയുടെ കാലത്ത് കാണാത്ത കാഴ്ചയാണ് വടകരയ്ക്കടുത്തുള്ള മാടാക്കര പള്ളിയിൽ കണ്ടത്.
പള്ളികളിൽ തല്ലും ബഹളവും പിടിച്ചെടുക്കലും തുടങ്ങിയിട്ടേ ഉള്ളൂ. വിശ്വാസി സുജൂദ് ചെയ്യുന്ന ഇടമാണ് ലീഗ് പൂക്കി സംഘം പോലീസ് ചെറുതായൊന്ന് ഷൂസിട്ട് കയറി ആളുകളെ തല്ലിച്ചതച്ചത്. പാണക്കാട് തങ്ങളുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരുന്നതിനാൽ പോലീസിന് ലാത്തിയടി വെഞ്ചാമരം വീശുന്നത് പോലെയാണത്രേ കിട്ടിയവർക്ക് അനുഭവപ്പെട്ടത്. പള്ളിയിൽ കിടക്കുമ്പോൾ പോലീസ് ധരിച്ച ഷൂ ലീഗ് ഓഫീസിൽ നിന്ന് പ്രത്യേകം നിർമ്മിച്ച് നൽകിയതാണെന്ന് കോഴിക്കോട് കാളി ഓഫീസിൽ നിന്ന് അറിയിച്ചതായും വിവരമുണ്ട്. പോലീസ് ഷൂസ് ഇട്ട് പള്ളിയിൽ കയറിയതിൻ്റെ ചെറുതായൊരു മതവിധി പറയാൻ കൂരിയാട്, പൂക്കോട്ടൂർ, കൂടത്തായി ലീഗ് ശിരോമണികൾ കോഴിക്കോട് ലീഗ് ഓഫീസിൽ യോഗം ചേർന്നതായും വിവരമുണ്ട്. സമുദായമേ ആഹ്ലാദിപ്പിൻ, അഭിമാനം കൊള്ളിൻ, സിന്ദാബാദ് മുഴക്കിൻ ലീഗ് കെ. എത്ര വലിയ കുത്തിത്തിരിപ്പാണത് നോക്കൂ. കമ്മ്യൂണിസ്റ്റുകാരാണ്, മതനിരപേക്ഷതയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവർ ബോധപൂർവം പള്ളിക്കകത്ത് ഷൂ വിട്ടുകൊണ്ട് കയറ്റി എന്ന് പറഞ്ഞൊരു വികാരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരെ സിഖ് വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെയായിരുന്നു അന്ന് സിഖ് ഭീകരവാദികൾ വികാരം സൃഷ്ടിച്ചത്. സുവർണക്ഷേത്രത്തിൽ കയറിയിരുന്നു കൊണ്ട് ഭീകരവാദം നടത്തിയപ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് അവിടെ പട്ടാളത്തിന് കയറേണ്ടി വന്നു. അതാണ് ഇന്ദിരാഗാന്ധിക്ക് ജീവൻ നഷ്ടപ്പെടാൻ പോലും കാരണമായത്. അത്തരമൊരു വൈകാരിക വിക്ഷോഭം മുസ്ലിം മനസ്സുകളിലേക്ക് കുത്തിവയ്ക്കാനുള്ള ഗൂഢനീക്കമാണ് CPM നേതാക്കൾ ശ്രമിക്കുന്നത്. പള്ളിക്കകത്ത് വിശ്വാസികൾ തമ്മിൽ തല്ലി ചോര വീഴ്ത്തി പള്ളി അശുദ്ധമാക്കുന്നതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പള്ളിയിൽ പോലീസ് ഷൂസ് ഇട്ട് കയറി എന്നതാണ്. പോലീസിന് ബൂട്ടിടാതെയും ഹെൽമറ്റ് വയ്ക്കാതെയും അവരുടെ ജോലി ചെയ്യാൻ കഴിയില്ല. എവിടെയാണ് ക്രമസമാധാന പ്രശ്നമുള്ളത് അവിടെ എത്തി അവർ അതിലിടപെടും. ഇതൊരു സുപ്രഭാതത്തിൽ പോലീസ് ഇരച്ചു കയറിയതല്ല. നേരെ മറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന ഒരു സംഘർഷത്തിൽ ഷൂസൊക്കെ ഊരി ആദരവോടുകൂടി പോലീസ് കൈകാര്യം ചെയ്തിട്ടും പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ അത് സംഘർഷമായി രൂപപ്പെട്ടപ്പോൾ എടുത്ത നിലപാടാണ്. ഇതിനെയാണ് കുത്തിത്തിരിപ്പിൻ്റെ ഭാഷയിൽ ഇവർ മുതലെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഷംസീർ കുറ്റിയാടി എന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഇത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. റിയാസിൻ്റെ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടോടെ ഷംസീർ ആദ്യം ഇങ്ങനെ എഴുതി: പള്ളിയിൽ ഒരു സംഘർഷം നടക്കുന്നു, മിമ്പറിൽ കയറി ഇമാമിനെ അടക്കം വലിച്ചിട്ട് തല്ലുന്നു, പള്ളിക്കുള്ളിൽ വലിയ സംഘർഷമുണ്ടാകുന്നു, രക്തച്ചൊരിച്ചിലിന് വരെ സാധ്യതയുണ്ടാകുന്നു. അങ്ങോട്ട് പോലീസ് എത്തുന്നു, വലിയ സംഘർഷം പള്ളിക്കുള്ളിൽ നടക്കുന്ന സാഹചര്യം, ഇരുകൂട്ടരും പരസ്പരം പള്ളിക്കുള്ളിൽ വെട്ടിക്കൊല്ലാൻ തക്ക സാഹചര്യം. അപ്പോൾ പോലീസിലെ മുസ്ലിമുകൾ മാത്രം മുന്നോട്ട് വന്ന് ബൂട്ടൊക്കെ അഴിച്ചു വെച്ച് ഷൂ ഉളുവെടുത്ത് അകത്ത് കയറി 2 റക്കായത്ത് സുന്നത്തൊക്കെ നമസ്കരിച്ച് പള്ളിയിൽ കയറുമ്പോൾ കാണിക്കേണ്ട മര്യാദകളൊക്കെ വേണമായിരുന്നു ഇടപെടാൻ എന്നാണ് റിയാസക്ക പറയുന്നത്. ഞാനതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി. മുസ്ലിങ്ങൾ മുഴുവൻ പോലീസിനെ സപ്പോർട്ട് ചെയ്താണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. കാരണം പള്ളിക്കുള്ളിൽ ഒരു രക്തച്ചൊരിച്ചിൽ സാധ്യത ഉണ്ടാക്കിയ ആളുകളാണ് ഇതിന് ഉത്തരവാദിയെന്നും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസിന് ബൂട്ടൊന്നും കഴിച്ചിടാൻ നേരമില്ല എന്നും ജനങ്ങൾക്കറിയാം. പോലീസ് ഹെൽമറ്റും വെച്ചാണുള്ളത്, ലാത്തി കയ്യിലുണ്ട്, കാരണം അത്രമാത്രം സംഘർഷമുണ്ടായിരുന്നു എന്നർത്ഥം. റിയാസും സഖാക്കളും കത്തിക്കാൻ ശ്രമിച്ചാൽ പൊട്ടിത്തെറിക്കുന്ന ബോംബല്ല കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് അവർക്ക് കമൻറ്റ് സെക്ഷൻ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. റിയാസെ, നിൻ്റെ അമോഷനും നീയും നിൻ്റെ ഭാര്യയും ചേർന്ന് തട്ടിക്കുട്ടി കമ്പനികളുണ്ടാക്കി ബിനാമികളെ വെച്ച് ഈ നാടിനെ ഒന്നായി കൊള്ളയടിച്ച് 10 കൊല്ലം കളിച്ച കളി സകലതും പുറത്തു വരാൻ പോവുകയാണ്. കുറച്ച് ഊർജം അപ്പോഴത്തേക്ക് കരുതി വെച്ചേക്കെ. ഹൈന്ദവ യുവതിയെ വിവാഹം കഴിച്ച മുസ്ലിം യുവാവിനെ സതീശൻ സർക്കാർ വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ വിവാദം അവസാനിക്കാതെപ്പോൾ ഷംസീർ മറ്റൊരു പോസ്റ്റ് കൂടിയിട്ടു. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി വരെ പള്ളിമുറ്റത്ത് പോലീസ് നിലയുറപ്പിച്ചപ്പോൾ പിക്നിക്ക് നടത്താൻ വന്നതാണ് എന്ന് കരുതിയിട്ടാകും നേതാക്കളും പാർട്ടിയും ഒന്നും ഇടപെടാതിരുന്നത്. അവർ പ്രശ്നമുണ്ടാക്കി പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കി പ്രതികരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അവസാനം പള്ളി മെമ്പറിൽ നിന്ന് ഇമാമിനെ വലിച്ച് താഴെയിട്ട് ഇരുചേരിയായി പള്ളിക്കുള്ളിൽ പരസ്പരം തല്ലുപിടിക്കുമ്പോൾ അവസാനം ഏതെങ്കിലും 2 എണ്ണം കത്തി പള്ളയിൽ കയറി പള്ളിക്കുള്ളിൽ മരിച്ചു വീഴുന്നത് വരെ കാത്തു നിൽക്കാതെ പ്രശ്നം ഒഴിവാക്കാൻ പള്ളിക്കകത്ത് കയറിയ പോലീസിനെയും പോലീസിൻ്റെ ബൂട്ടും പിടിച്ചു വരുന്നത് ഏത് നേതാവായാലും പാർട്ടിയായാലും ശരിയല്ല. നാട്ടുകാർ പൊതുപ്രതിഷേധം പള്ളിക്കുള്ളിൽ അലമ്പുണ്ടാക്കിയ അലവലാദികളുടെ കൂട്ടത്തിൽ 2 എണ്ണത്തിൻ്റെ തല പോലീസ് അടിച്ചു പൊളിക്കാത്തതിൽ മാത്രമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥ അവസ്ഥ. എന്ന് മാത്രമല്ല, ഇതൊന്നും ആദ്യമൊന്നുമല്ല. ഇതിനു മുൻപ് CPM രാഷ്ട്രീയ എതിരാളികളെ പള്ളിക്കകത്തേക്ക് ഇടിച്ചു കയറ്റി ഇത്തരം സാഹചര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടല്ല, നേരെ മറിച്ച് കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോവാതെ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പണ്ട് മക്കയിലെ കഅബയിൽ പോലും അന്യമതക്കാർ കയറിയ കഥ ബൈജു സ്വാമി ഓർമ്മിപ്പിച്ചത്. 1979 നവംബർ 20 ജുഹൈമൻ അൽ ഒട്യാബി എന്നയാളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭീകര സംഘം മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യസ്ഥലമായ കഅബയിൽ കയറി നിയന്ത്രണം ഏറ്റെടുത്തു. മസ്ജിദ് അൽ ഫറത്തിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ ആയുധധാരികളെ അവർ ബന്ദികളാക്കി. സൗദി ഗവൺമെൻറ് ഇത്തരം ഓപ്പറേഷനെ അതീവ വൈദഗ്ധ്യമുള്ള ഫ്രഞ്ച് കമാൻഡോ സംഘമായ GIGN സമീപിച്ച് ഭീകരരിൽ നിന്നും ദേവാലയത്തെയും അതിനുള്ളിലെ ബന്ദികളായവരെയും മോചിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു. തുടർന്ന് ക്യാപ്റ്റൻ പോൾ ബെറിൽ എന്നയാളുടെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘം ചുമതലയേറ്റെടുത്ത്
മസ്ജിദിനുള്ളിൽ പ്രവേശിച്ച് കമാൻഡോ ഓപ്പറേഷനോട് ഭീകരരെ ന്യൂട്രലൈസ് ചെയ്തു. വൻ സ്ഫോടനങ്ങളും വെടിവയ്പും എല്ലാം ഉണ്ടായതായും ഭീകരരിൽ ചിലർ മസ്ജിദിനുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടതായും സൗദി രാജാവ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അമുസ്ലിങ്ങളായ കമാൻഡോ സംഘം അവിടെ കയറുന്നതിനുള്ള വിലക്ക് മറികടക്കാൻ മതപരിവർത്തനത്തിലൂടെ മുസ്ലിമായി എന്ന വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും പോൾ ബാറിൽ തന്നെ അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സൗദി രാജാവും പിന്നീട് ആ വാർത്തകൾ ശരിയല്ല എന്നും ആര് ദേവാലയത്തിൽ കയറി എന്നത് അപ്രസക്തമാണെന്നും വിശ്വാസികൾക്ക് ദേവാലയം അവിടെ ഉണ്ടോ എന്നതാണ് പ്രധാനമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. വടകരയിൽ ഏതോ മസ്ജിദിൽ പോലീസ് ബൂട്ട് കയറി ലാത്തി കൊണ്ട് കുറെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസും ജലീലും എല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങിയത് കണ്ടപ്പോൾ കൗബയിൽ വെടിവയ്പ് നടന്നതായും ക്രിസ്ത്യാനികളെ കമാൻഡോകൾ കയറിയതായും ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. എന്തിനാ ഭായി സമാധാന അന്തരീക്ഷം തകർക്കുന്നത്? വല്ല പണിയുമെടുത്ത് ജീവിച്ചുകൂടെ?